പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഏത് തീവ്രവാദ ആക്രമണം ഉണ്ടായാലും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം അവിടുത്തെ സേനയും ഒട്ടും പിന്നിലല്ല എന്നുള്ളതാണ്. അവരതിനകത്ത് നിർണായകമായ റോള് വഹിക്കാറുണ്ട്. ഇപ്പോൾ പഹൽഗ്രാമിൽ കണ്ടത് അവരുടെ കൃത്യമായ പങ്ക് ഉണ്ടെന്നുള്ളതാണ്. എപ്പോഴും പാക് സേന ആണല്ലോ അവിടെ ഭരണം നടത്തുന്നത് തന്നെ. ഇതിൻ്റെ പിന്നിലും ഇതൊക്കെയല്ലേ കാണുന്നത്? അതിന് തർക്കമൊന്നുമില്ല. ഇപ്പം ഇപ്പോൾ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഈ ഇപ്പം റിട്ടയർഡ് ആർമി ജേണൽസും എല്ലാവരും അല്ലെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഒരു അനദർ ലെവലിലേക്ക് ചിന്തിക്കുന്ന ആളുകൾ, കാരണം പറയുന്നത് ഒരു ചൈനയുടെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ ഇതൊന്ന് വ്യാപാരമാണ്. ഈ പറയുന്ന എന്ത് യുദ്ധവും എന്ത് പ്രശ്നങ്ങളും ഉണ്ടാകുക എന്ന് പറയുന്നത് ട്രേഡിന് വേണ്ടിയിട്ടാണ്. കാലാകാലങ്ങളായിട്ട് അത് തന്നെയായിരുന്നു. പക്ഷെ അന്ന് കുറേ കൂടെ ഒരു കൺട്രോളും പക്ഷേ ഇന്ന് വ്യാപാരത്തിൽ അധിഷ്ഠിതമാണ് ഈ എല്ലാ ആക്ടിവിറ്റീസും. അപ്പോൾ ഇന്ന് ഡിഫൻസ് ആണ് ഏറ്റവും വലിയ ഒരു ട്രേഡിന് പറ്റുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ ഡിഫൻസ് എക്സ്പോർട്സും പ്രൊഡക്ഷനും ഒക്കെയാണ്. അപ്പോൾ ആർമിയെ യൂട്ടിലൈസ് ചെയ്യുന്നത് ആര് എന്നുള്ളൊരു ക്വസ്റ്റ്യനുണ്ട്. അപ്പോഴാണ് ഈ അസിം മുനീർ എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ മേധാവി, സൈനിക മേധാവി, ചൈനയുമായി ചേർന്ന് ഒരു കോൺസ്പിറസി ഉണ്ടാക്കി ഈ പറയുന്ന ടൂറിസ്റ്റുകളെ കൊല ചെയ്യുന്നതിന് ഉള്ള ഇതുണ്ടാക്കി. അപ്പോൾ അതിന് നമ്മുടെ ഈ പറയുന്ന കാശ്മീരിൻ്റെ ഒരു വളർച്ചയും അല്ലെങ്കിൽ ടൂറിസം കൊണ്ടുള്ള അവിടുത്തെ ലോക്കൽ ആളുകൾക്കുള്ള സമൃദ്ധിയും മറ്റുമൊക്കെ തകർക്കുക. അതുമല്ല ഒരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു പോയിന്റിൽ ഈ ടാരിഫിൻ്റെയും മറ്റുമൊക്കെ സംസാരവും മറ്റുമൊക്കെ നടക്കുന്നത്, ഭാരതം ഒരു അടുത്ത തലത്തിലേക്ക് വളരുന്നു എന്നുള്ളൊരു തലത്തിൽ ഭാരതത്തിൻ്റെ യുദ്ധത്തിലേക്കുള്ള ശ്രദ്ധ തിരിക്കാനായിട്ടൊക്കെയുള്ള ഒരു തന്ത്രമായിട്ടും കൂടി ഇതിനെ കാണണം. അപ്പോൾ അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഒരു ഇൻറ്റേർണൽ നിലനിൽപ്പ് മാത്രമേ അവർ നോക്കാറുള്ളൂ. ഒരു ജിയോ പോളിറ്റിക്സിനെ പറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരാരും നോക്കിയിട്ടില്ല. അവിടെ ഭരിക്കുന്നത് ഏതാണ്ട് ടോട്ടൽ സ്പെൻഡിൻ്റെ 12% വാങ്ങിക്കൂട്ടുന്ന ആ ഒരു ഡിഫൻസ് ആളുകൾ. അവരതിനെ അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കും. അപ്പോൾ ഈ പറയുന്ന ഒരു യുദ്ധഭീതി ആളുകളിലുണ്ടാക്കി നിലനിൽപ്പിനെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ബാഹ്യശക്തികൾക്ക് അങ്ങനല്ല. ഒരു ജിയോ പൊളിറ്റിക്കൽ സാധനമുണ്ട്. അതിനകത്ത് ചൈന ഇപ്പം J-10 എന്ന് പറയുന്ന യുദ്ധവിമാനങ്ങൾ കൊടുക്കുന്നു. അവരിപ്പോൾ J-35 പോകുമ്പോൾ അതിന് ബയേഴ്സ് വേണം. അപ്പോൾ ചൈനയുടെ വിമാനങ്ങളോ ഇതൊന്നും ഒരു വേൾഡ് ഓവർ അങ്ങനെ ഒരു ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വാർ നടത്തുമ്പോൾ അതിനകത്ത് ടെസ്റ്റഡ് ആയിട്ടുള്ള ഇതൊന്നുമല്ല. അപ്പോൾ ഇതൊക്കെ ഈ പറയുന്ന പോലെ നേറ്റോ ഉക്രൈനെ യൂസ് ചെയ്ത് റഷ്യയുമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കിയതുപോലെ ചൈനയ്ക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഇൻട്രസ്റ്റിൻ്റെ ഭാഗം കൂടിയാണ് എന്ന് പറയുമ്പോൾ ഒരു നോൺ കൊറോബറേറ്റഡ് ഫാക്റ്റ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു എവിഡൻസ് ബേസ്ഡ് ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല ഈ റിട്ടയർഡ് ജനറൽ പറഞ്ഞതെങ്കിൽ പോലും അതിനകത്ത് ഒരു സത്യമുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ അതിനെ ഗോയിങ് ഫർദർ ഫോർവേഡ് എങ്ങനെയാണിത് നമ്മൾ 3 രാഷ്ട്രങ്ങളെയും അല്ലെങ്കിൽ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യ മുഴുവനായിട്ടും പക്ഷേ ബ്രിക്സും ഒക്കെ ഉള്ള അതിൻ്റെ ഒരു ജിയോ പൊളിറ്റിക്സിനെ ബാധിക്കുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. പക്ഷേ അങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഇവരുടെ ഈ തീവ്രവാദത്തിനകത്ത് ഈ സൈന്യവും ഭരണാധികാരികളും തമ്മിലുള്ള എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ഇതിനകത്ത് നിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ മുൻകാല ചരിത്രം വെച്ച് നോക്കുമ്പോൾ ഇവരെല്ലാം ഭരണാധികാരികളെല്ലാം ഒന്നുകിൽ പിന്നീട് കൽത്തുറുങ്കിൽ അല്ലെങ്കിൽ കഴുകുമരത്തിലേക്ക് പോകുന്ന ഒരു രീതിയായി. ഇതൊരു എന്താ പറയുന്ന മുഗൾ സാമ്രാജ്യമൊക്കെ നടത്തുന്നത് പോലെയല്ലേ അച്ഛൻ മകനെ സക്സീഡ് ചെയ്യുമ്പം ജയിലിൽ അടയ്ക്കുന്നു എന്നൊക്കെ പറയുന്നത്. ഇതൊരു ട്രഡീഷണൽ ഒരു കണ്ടിന്യൂവേഷൻ പോലെ തന്നെ ഇതിനെ കാണണം. അധികാരത്തിന് വേണ്ടി അതിൻ്റെ ഒരു ദുർവ്യയത്തിന് വേണ്ടി മാത്രം ഉണ്ടാകുന്ന ഇതാണ്. ഒരു രാഷ്ട്രം മുഴുവൻ ഉണ്ടാക്കിയത് മുതലേ നമുക്കറിയാം ഒരു വാർ ടോണാണ്, കോൺഫ്ലിക്ട്സ് ആണ്,
ഇൻറ്റേർണൽ ഡിഫറൻസസ് ആണ്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെ നയിക്കുന്നതെന്ന് പറയുന്ന ആർമിയുടെ ഒരു നിലനിൽപ്പിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിനൊരു കോമൺ എനിമിയാണ് ഇന്ത്യ. അപ്പോൾ ഈ ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻറ്റിനാണെങ്കിലും പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണെങ്കിലും അവിടുത്തെ ലോക്കൽ വാർലോഡ്സിനാണെങ്കിലും അവിടുത്തെ മതമൗലികവാദം വയ്ക്കുന്ന മത നേതാക്കന്മാർക്കാണെങ്കിലും എല്ലാവർക്കും കൂടെ യൂണിഫൈ ചെയ്യുന്ന ഒരു ഇതെന്ന് പറയുന്നത് ഭാരതത്തിന് അഗൻസ്റ്റ് ആയിട്ടുള്ളൊരു യുദ്ധം മാത്രമേ അവർ യൂണിഫൈ ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാത്തിലും ഗോത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യണം. ബലൂച്ച് ആണെങ്കിലും സിന്ധ് ആണെങ്കിലും അഫ്ഗാനികളാണെങ്കിലും പഷ്തൂൺ ആണെങ്കിലും ഇങ്ങനെ ടോട്ടലി ഡിസോറിയൻറ്റഡ്. അപ്പോൾ ഇവരെ യൂണിഫൈ ചെയ്യുക, ആ യൂണിഫൈ ചെയ്ത് നിർത്തുന്നതിൻ്റെ ഒരേ ഒരു മുഖ്യ ശത്രുവായി ഇതിനെ കാണുക എന്നുള്ളതാണ്. ഇപ്പം ഇന്ത്യ സഖ്യം പോലെയാണ്. ഒരു മുഖ്യ ശത്രുവായിട്ട് BJP പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടും. അവരുടെ ഇൻറ്റേർണലി ഇവർക്ക് ഉണ്ടാകുന്ന ഡിഫറൻസസ് പോലെയാണ് ഒരു പാകിസ്ഥാൻ. അവർക്ക് ആർക്കും ഒരു ഐഡിയോളജിക്കൽ ഒരു യൂണിറ്റി ഇല്ല, അല്ലെങ്കിൽ ഒരേ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു ഗോളില്ല. പക്ഷേ എല്ലാവരും കൂടെ ചേർന്ന് ഒരു ആളിനെ അറ്റാക്ക് ചെയ്യുന്നതിന് വേണ്ടി കൂടി നിൽക്കുന്നു, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഈ ഡൈവേഷണറി ടാക്ടിക്സ് എന്ന് പറയും. ഓരോ പ്രാവശ്യവും IMF ആണെങ്കിലും ഇവരൊക്കെ ഈ പറയുന്ന ഓസ്റ്റെറിറ്റി മെഷേഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ സൗദി പറയുകയാണ് അവരുടെ പണം തിരിച്ചു കൊടുക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നാച്ചുറലി ഒരു അറ്റാക്ക് ഉണ്ടാക്കുക. ഇതായിരുന്നു നമ്മുടെ ഹിസ്റ്ററി. ഇപ്പം മുംബൈയിലെ അറ്റാക്ക് ആണെങ്കിലും പുൽവാമയാണെങ്കിലും ഒക്കെ ഒരു അൺട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുള്ളൂ. ഇന്ന് അവർ എക്കോണമിക്കലി ബാക്ക്വേർഡാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടത് ഹൗ ചൈന വിൽ റിയാക്ട് എന്നുള്ളതാണ്. ചൈനയുടെ ഇൻവോൾവ്മെൻ്റ് ആണ് വാസ്തവം പറഞ്ഞാൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ചൈന ഇന്നൊരു ഫിക്സിലാണ്. കാരണം US-ലേക്ക് കയറ്റി അയച്ചുകൊണ്ടിരുന്നതിൻ്റെ നേരത്തെ നമ്മൾ പറഞ്ഞു 30% ക്രയം. അപ്പോൾ ഇതിന് മാർക്കറ്റ് വേണ്ടേ? ഈ വരുന്ന പ്രൊഡക്ഷൻ്റെ മാർക്കറ്റ് വേണം. അപ്പോൾ ചൈനയ്ക്ക് ഭാരതവുമായി നേരിട്ടൊരു യുദ്ധത്തിന് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഭാരതത്തിൻ്റെ ഒരു സപ്പോർട്ട് വേണം. അപ്പോൾ ഇതിനു വേണ്ടി പക്ഷേ എന്നാലും അങ്ങോട്ടൊരു ചൈനയുടെ ഒരു ഓൾ വെതർ ഫ്രണ്ടാണ് പാകിസ്ഥാൻ. അതായത് മറ്റേ ബെൽറ്റ് റോഡ് ഇനീഷ്യേറ്റീവിൻ്റെ അവർ നോക്കുന്നത് ട്രേഡാണ്. ഈ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് ലോകം മുഴുവൻ ഒരു ഫെയിൽഡ് ഒരു പ്രോജക്റ്റായിരുന്നു. അവർ ലോകം മുഴുവൻ റോഡും റെയിലുമായി ബന്ധപ്പെടുത്തി സാധനങ്ങൾ ഉണ്ടാക്കുക, ലോകത്തിൻ്റെ ഫാക്ടറി ആയിട്ട് നിലനിൽക്കുക, ഇത് മുഴുവൻ ഒരു ഡിസ്ട്രിബ്യൂഷൻ ചെയിൻ ഉണ്ടാകും, ഒരു ലോജിസ്റ്റിക്കൽ ഒരു ഇൻ്റർവെൻഷൻ, ഒരു അൺപ്രീസിഡൻറ്റഡ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റാണ് അവർ മുന്നിൽ കൊണ്ടുവന്നത്. അത് ഇന്ന് പലയിടത്തും തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, പാകിസ്ഥാനിലും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സഹായിച്ച ഒരു രാഷ്ട്രത്തിനെ അവിടെ ഉണ്ടാക്കുന്ന സാധനം നേരെ ഒരു ഗൗദാർ പോർട്ടിൽ വെച്ചിട്ട് ഇറാൻ, അഫ്ഗാനിസ്ഥാൻ ആ ഒരു റൂട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ളൊരു വഴി തുറന്നു കൊടുത്തതിന് ഒരു ഡെഫിനറ്റായിട്ടും ഒരു പേ ബാക്ക് ഉണ്ട്. അതൊന്നല്ലാതെ പക്ഷേ ഒരു ട്രേഡ് നോക്കുകയാണെങ്കിലും ജിയോ പൊളിറ്റിക്സ് ആണെങ്കിലും, കാരണം ആളുകൾക്ക് ഇതൊരു റോഗ് സ്റ്റേറ്റായി, ഒരു ശല്യക്കാരനായിട്ടാണ്. ഈവൻ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പോലും ഇവരെ സഹായിക്കുന്നില്ല. കാരണം ഏത് സമയവും ഒരു ഇറിറ്റൻ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുക, ഒരു റീജിയണൽ പീസിനെയും സ്റ്റെബിലിറ്റിയും ബാധിക്കുക. നമുക്കതിനെ അറിയാം. ഭീകരർക്ക് അഭയം കൊടുക്കുക, ഒസാമ ബിൻ ലാഡനെ അവർ അബോട്ടാബാദിൽ ഒരു സേഫ് ഹേവൻ ഒരുക്കി കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു റോഗ് നേഷനായിട്ടാണ് ഇന്ന് ലോകരാഷ്ട്രങ്ങൾ കാണുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഭാരതം വെള്ളം സപ്ലൈ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ പോലും മ്യൂട്ടഡ് ആണ് ഗ്ലോബൽ ഇതെന്ന് പറയുന്നത്. നമ്മുടെ അകത്താണ് കൂടുതൽ വിഷമമൊക്കെ ആളുകൾക്കുണ്ടായത്. വെള്ളം മുട്ടിക്കരുതെന്നൊക്കെ പറയുന്നത് കൂടുതലും ഭാരതത്തിലുള്ള ആളുകളാണ്. അപ്പോൾ ബേസിക്കലി ഒരു ജിയോ പൊളിറ്റിക്കൽ ഒരു റീഹാഷ് ഉണ്ടാകും. ചൈന ഈ പാകിസ്ഥാൻ വിചാരിക്കുന്നത് പോലുള്ള സപ്പോർട്ട് ആയുധത്തിലാണെങ്കിലും മറ്റാണെങ്കിലും ഒക്കെ. പക്ഷേ ജനറലി ഒരു ട്രേഡിന് ഭാരതവും ആങ്കർ ചെയ്യുന്നത് പാകിസ്ഥാൻ എന്നുള്ളൊരു രണ്ട് വള്ളത്തിലും ചവിട്ടുന്ന ഒരു നിലപാട് പക്ഷേ ചൈന എടുത്തേക്കാം. അതിൽ കവിഞ്ഞൊരു ഡയറക്റ്റ് ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട്. അതുപോലെ തന്നെ തുർക്കിയും ഇപ്പോൾ അവരുടെ ചില സപ്പോർട്ടുകളൊക്കെ കൊടുത്തിട്ടുണ്ട്.
പക്ഷേ ഇവർക്കൊക്കെ അവരവരുടേതായ ഇൻറ്റേർണൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളാണ്. അങ്കാരയിൽ നിന്ന് ഇവിടെ കൊടുക്കുന്നതും അല്ലെങ്കിൽ ചൈന അവരുടെ ഇൻറ്റേർണൽ പൊളിറ്റിക്സിൽ നിന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ. പക്ഷേ അവർ അതിൽ നിന്നുള്ള ബെനഫിറ്റ് എന്താണ്? അപ്പം മതം മാത്രമല്ല ഇന്ന് ഒരു രാഷ്ട്രത്തിൻ്റെ സപ്പോർട്ട്. പണ്ട് ഈ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് OIC എന്നൊക്കെ പറയുന്ന വളരെ സ്ട്രോങ് ഒരു നെറേറ്റീവ് ഉണ്ടായിരുന്നു. ഇന്ന് സൗദി കൂടുതൽ നോക്കുന്നത് ഭാരതത്തിലോട്ടാണ്. ഭാരതത്തിൽ നിന്ന് ഉള്ള ട്രേഡാണ്, അവർക്ക് ഓയിൽ വ്യാപാരത്തിൻ്റെ കാര്യത്തിലാണ്, അല്ലെങ്കിൽ അടുത്ത ഡെവലപ്മെൻറ്റിലേക്കുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു എക്കണോമിക് സിറ്റുവേഷനിൽ ഒരു ഐസൊലേറ്റഡ് ആകാം. പക്ഷേ നമ്മളൊരു വാർ ഇനീഷ്യേറ്റ് ചെയ്താൽ അത് ഭാരതത്തിന്, അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഒരു വാർ ഇനിഷ്യേറ്റ് ചെയ്യാൻ ഈസിയാണ്, നമ്മുടെ റഫാലാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് പ്രയോഗിക്കാൻ ഈസിയാണ്. പക്ഷേ തിരിച്ചൊരെണ്ണം കിട്ടിയാൽ അതുപോലെ ആളുകൾക്ക് ജീവനാശം ഉണ്ടാവുകയും പരിക്കുണ്ടാവുകയും അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ ഒരു ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാതെ ഇവരെ ഇൻറ്റേർണലി തന്നെ ഒരു പ്രയാസങ്ങളുണ്ടാക്കി അതിനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കാം ഒരുപക്ഷെ ഭാരതം ഇന്ന് ചൈനയുടെ ഒരു ടാക്റ്റിക് സപ്പോർട്ട് പാകിസ്ഥാനും കിട്ടും. എന്നാൽ ഒരു ഡയറക്റ്റ് അറ്റാക്ക് ഭാരതത്തിലേക്ക് വരില്ല. കാരണം അവരുടെ വ്യാപാരം, അല്ലെങ്കിൽ ഓൾറെഡി തകർന്നിരിക്കുന്ന ഒരു വ്യാപാരം, ഇത്രയും വലിയൊരു കൺസ്യൂമർ ഒരു മാർക്കറ്റുള്ള ഭാരതത്തിൽ, ഒരു ഡിമാൻഡുള്ള മാർക്കറ്റിൽ അവരങ്ങനെ ഒരു വലിയ സാഹസത്തിന് തിരിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.